ഹായ് ഫ്രണ്ട്സ്, നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പെർഫോമൻസും PSU സ്റ്റോക്കുകളുടെ പെർഫോമൻസും എത്രമാത്രം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു ചിത്രമാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. 2024 മാർക്കറ്റിലെ ആ ഒരു ബുൾ റാലിയിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സ്റ്റോക്കുകളായിരുന്നു PSU സ്റ്റോക്കുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട PSU സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതിലൊന്ന് നിഫ്റ്റി CPSE ഇൻഡെക്സ്. ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 11 PSU സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആണ്. അത് ഇന്ന് 1.73% അപ്പായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഇൻഡെക്സിലുള്ള 11 സ്റ്റോക്കുകളിൽ 9 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയും 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട PSU സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി PSE ഇൻഡെക്സ്, അതായത് ഇത് 20 സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റോക്കുകൾ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്റ്റോക്കുകൾ അടക്കമുള്ള 20 സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സാണ്. അത് ഇന്ന് മുന്നോട്ട് പോയത് 1.98% ആണ്. അതിൽ 17ഓളം സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്യുകയും വെറും 3 സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് മെറ്റൽ സെഗ്മെൻറ്റിലുള്ള 3 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ അവിടെയും നമുക്ക് PSU സ്റ്റോക്കുകളിൽ ഒരു വലിയൊരു ചേഞ്ച് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട PSU ഇൻഡെക്സ് ആയിട്ടുള്ള PSU ബാങ്ക് ഇൻഡെക്സ്, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 PSU ബാങ്കുകൾ അടങ്ങിയ നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും അവയിലുള്ള 12 സ്റ്റോക്കുകളും അഡ്വാൻസ് ചെയ്തതായി കാണാം. മൊത്തത്തിൽ ഈ ഇൻഡെക്സ് ഇന്ന് 1.35% അപ്പായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ PSU സ്റ്റോക്കുകളിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു 1 വീക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള PSU സെഗ്മെൻറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് 4 to 5% ഡൗൺ ആയിരുന്നു. കൂടാതെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അണ്ടർ പെർഫോമൻസ് നമുക്ക് PSU സ്റ്റോക്കുകൾ കാണാൻ കഴിയുമായിരുന്നു. കാരണം നിഫ്റ്റി 50യുടെ പെർഫോമൻസും ഈ PSU ഇൻഡെക്സുകളുടെ പെർഫോമൻസും കഴിഞ്ഞ ഒരു മാസത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 0.31% അപ്പായിരുന്നു. ഓവറോൾ 1 മന്തിൻ്റെ നിഫ്റ്റിയുടെ പെർഫോമൻസ് പോസിറ്റീവാണ്. അത് +0.31% ആണെന്ന് കാണാം. എന്നാൽ നിഫ്റ്റി PSE ഇൻഡെക്സ് -1.65% 1 മന്ത് ഡൗൺ ആണ്. അതുപോലെ BSE CPSE ഇൻഡെക്സ് -1.77% ഡൗൺ ആണ്. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് -0.93% ഡൗൺ ആണ്. അപ്പോൾ ഇങ്ങനെ നിഫ്റ്റി 50 അണ്ടർ പെർഫോമൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന PSU സ്റ്റോക്കുകളാണ് ഇന്ന് ഒരു 1 to 2% മുന്നേറ്റം കാണിച്ചത്. അപ്പോൾ ഈ ഒരു ഡൗണിൽ നിന്നും ഇന്ന് PSU സ്റ്റോക്കുകൾ മുന്നേറ്റം നടത്തിയതിൻ്റെ കൃത്യമായ ഒരു കാരണം നമുക്ക് അറിയാം. ഇന്ന് ഹരിയാനയിലുള്ള റിസൾട്ട് ഭരണകക്ഷിക്ക് അനുകൂലമായി വന്നതിൻ്റെ കൃത്യമായൊരു ചിത്രമാണ് നമുക്കിന്ന് മാർക്കറ്റ് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു മൂവ് ടെമ്പററി ആണോ അതോ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്ന ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ഒരു പ്രഡിക്ഷൻ കൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നില്ല. കാരണം മാർക്കറ്റ് അത്രമാത്രം അനിശ്ചിതത്വം നിറഞ്ഞാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗ്ലോബൽ കണ്ടീഷൻസും അതുപോലെ തന്നെ നമ്മളെ ഇൻറ്റേർണൽ കണ്ടീഷൻസും വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രഡിക്ഷനും സാധ്യതയില്ലാത്തൊരു മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അത്തരം പ്രഡിക്ഷന് പോകാതെ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള PSU സ്റ്റോക്കുകളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ പല PSU സ്റ്റോക്കുകളും ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ കഴിഞ്ഞ ഒരു ബുൾ മാർക്കറ്റിൽ ഇവയുടെയൊക്കെ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്തിരുന്നു. നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയൊക്കെ PE 90 above പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നേരെ പകുതിയായിട്ട് കുറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനെ പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെക്ടർ PUമായിട്ട് അഥവാ ഇൻഡസ്ട്രിയൽ PUമായിട്ട് അതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുന്ന ചില PSU സ്റ്റോക്കുകൾ ഏതെല്ലാം നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് തീർച്ചയായും PSU സ്റ്റോക്കുകളിൽ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്റ്റോക്കാണ് HAL. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് PE എന്ന് പറയുന്നത് 35.6% ആണ്. ഇൻഡസ്ട്രി PE 72.9 ആണ്. മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇത് ഈയിടെയായിട്ട് നിഫ്റ്റി 50യിലേക്ക് കയറിയ കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 48.4% ആണ്. ഇൻഡസ്ട്രി PE 61.2% ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEക്കാളും എത്രയോ താഴെയാണ് BEL ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാം. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് NTPC ആണ്. NTPCയുടെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE എന്ന് പറയുന്നത് 19.1% ആണ്. ഇൻഡസ്ട്രി PE 34.8 ആണ്. അപ്പോൾ NTPC നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട IPO വരാൻ പോവുകയാണ്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് ക്വാട്ടയിൽ നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആയിരിക്കും. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPO ആകാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇവിടെ കാനറ ബാങ്കാണ്. ബാങ്കിങ് സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് PSU ബാങ്കിങ് സ്റ്റോക്കുകളിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് കാനറ ബാങ്ക് കാണുക. ഇതിൻ്റെ PEG റേഷ്യോ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവാണ്.
കൂടാതെ PE റേഷ്യോ ഇപ്പോൾ 6.10 ആണ്. ഇൻഡസ്ട്രി PE 9.33 ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഹഡ്കോ ആണ്. ഹഡ്കോ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വിജയം സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഹഡ്കോ സ്റ്റോക്കിൽ കാണാൻ കഴിയും. കാരണം ഇത് അർബൻ റൂറൽ ഹൗസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ വലിയ തോതിലുള്ള കാപ്പെക്സ് ഗവൺമെൻറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായും നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 20.6 ആണ്. ഇൻഡസ്ട്രി PEയും ഏകദേശം 20.6 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് PFC ആണ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. ഇതിൻ്റെ കറണ്ട് PE 7.41 മാത്രമാണ്. ഇൻഡസ്ട്രി PE 23.2 ആണ്. അപ്പോൾ തീർച്ചയായും ഈ സ്റ്റോക്കും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് തീർച്ചയായിട്ടും എല്ലാവരുടെയും പോർട്ട്ഫോളിയോയെ തകിടം മറിച്ച ഒരു സ്റ്റോക്കാണ്. വളരെയധികം മുന്നോട്ട് പോവുകയും അതേ സ്പീഡിൽ താഴോട്ടേക്ക് വരികയും ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ PE പക്ഷെങ്കിൽ 48.7 ആണെന്ന് നമ്മൾ ഓർക്കണം. ഇൻഡസ്ട്രി PE 74.3 ആണ്. അവിടെ നേരെ എത്രയോ താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഇൻട്രിൻസിക് വാല്യൂയിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് മസഗാവൺ ടോക്കാണ്. ഇതിൻ്റെ PE ഇപ്പോൾ 35.5 ആണ്. ഇൻഡസ്ട്രി PEയും ഏകദേശം 35.5 ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും ഇപ്പോൾ ഓവർ വാല്യൂഡ് അല്ലാത്തൊരു പൊസിഷനിലാണ്. മറ്റൊന്ന് ഗാർഡൻ റീച്ച് ഷിപ്പിംഗ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 51.8% ആണ്. ഇൻഡസ്ട്രി PE 74.3 ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന മറ്റൊരു ഷിപ്പിംഗ് സ്റ്റോക്കാണ്. റെയിൽവേ സെഗ്മെൻറ്റിൽ പല സ്റ്റോക്കുകളും ഇപ്പോഴും ഓവർ വാല്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്. എങ്കിലും അവിടെ നമുക്ക് കുറച്ചും കൂടി റീസണബിൾ വാല്യുവേഷനിൽ കാണാൻ കഴിയുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. ഇതിൻ്റെ PE ഇപ്പോൾ 21.3 ആണ്. ഇൻഡസ്ട്രി PE 22.8 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEക്കാൾ താഴെയാണ് ഇർക്കോണിൻ്റെ PE എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഈ ഒരു അനിശ്ചിതത്വം നിറഞ്ഞ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഇപ്പോൾ PSU സ്റ്റോക്കുകളിൽ നേരിയ ഒരു ഉണർവുണ്ടായിട്ടുള്ള ഈ സമയത്ത് നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. കാരണം ഈ ഇപ്പോഴുള്ള മാർക്കറ്റിലെ ഈ ഒരു വളറ്റിലിറ്റി ഇത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്റ്റേബിൾ ആകുന്നത് വരെ നമുക്ക് തീർച്ചയായും ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ നിരീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസിൽ ഇത് കിട്ടുകയാണെങ്കിൽ, ആ ഒരു ബൈ പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠനം നടത്തുക. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള PSU സ്റ്റോക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.